ഏവർക്കും സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകളിൽ വളരെയേറെ പ്രാധാന്യമുള്ളവയാണ് കുളങ്ങളും ശുദ്ധജല തടാകങ്ങളും. നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ കുളങ്ങളിൽ ആർത്തുല്ലസിച്ച് കുളിക്കുന്നത് പതിവായിരുന്നു. നാം എല്ലാവരും അങ്ങനെ കുളിച്ചിട്ടുള്ളവരുമാണ്. അതുപോലെ തന്നെ കാർഷിക വിളവുകൾക്കായി കുളത്തിൽ നിന്നും കനാൽ വഴി പാടശേഖരങ്ങളിൽ വെള്ളം എത്തിച്ച് ഫലപുഷ്ടമായ പച്ചക്കറികൾ വിളവെടുപ്പ് നടത്തിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിന്റെ വളർച്ചയ്ക്ക് കുളങ്ങൾ വളരെയേറെ ഉപകരിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ കുളങ്ങളെ സംരക്ഷിച്ചു പോന്നിരുന്നത്. കുളങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, കുളത്തെ ചുറ്റിപ്പറ്റിയാണ് പാടശേഖരങ്ങളും കൃഷിപ്പാടങ്ങളും കാണുന്നത്. എന്നാൽ മനുഷ്യന്റെ ജീവിത രീതിയും നിലവാരവും സാഹചര്യങ്ങളും മാറിത്തുടങ്ങിയപ്പോൾ കുളങ്ങളുടെ അവസ്ഥയും മാറിത്തുടങ്ങി. നമ്മുടെ ഗ്രാമങ്ങളുടെ ജീവനായിരുന്ന കുളങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് നാം ചിന്തിച്ചിട്ടുണ്ടോ? കുളങ്ങൾ നശിച്ചു തുടങ്ങിയപ്പോൾ കൃഷിപ്പാടങ്ങളും നശിക്കാൻ തുടങ്ങി. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി കുളങ്ങളെ സംരക്ഷിക്കുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അത് നടപ്പിലാക്കുന്നുണ്ടോ? കുളങ്ങളെ സംരക്ഷിക്കേണ്ട ഭരണകർത്താക്കൾ അവരുടെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ നിറവേറ്റുന്നുണ്ടോ? പല കുളങ്ങളും പരിപാലിക്കാതെ പുല്ല് പിടിച്ച് കാടുകയറിയ അവസ്ഥയിലുമാണ് ഇന്നുള്ളത്. അതുകൂടാതെ കുളങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുകയും അഴുക്കുചാൽ വഴി മാലിന്യം ഒഴുക്കിവിടുകയും ചെയ്യുന്നുണ്ട്. കുളങ്ങളുടെ ദയനീയ അവസ്ഥയ്ക്ക് നാമും ഒരു കാരണമാണ്. മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കുളങ്ങളെ ആക്രമിക്കുകയും കുളങ്ങളുടെ നശീകരണത്തിനും അതൊരു കാരണമായി തീരുകയും ചെയ്യുന്നു. വരും കാലഘട്ടങ്ങളിൽ കുളങ്ങളെയും ശുദ്ധജല തടാകങ്ങളെയും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമായി പ്രകൃതിയെ സംരക്ഷിക്കുക, പൈതൃകത്തെ കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രകൃതി സംരക്ഷണ കൂട്ടായ്മയിൽ നാമും പങ്കുചേരുക. വരും തലമുറയ്ക്ക് നമ്മുടെ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ നാട്ടിലെ കുളങ്ങളുടെ ശോചനീയാവസ്ഥയെപ്പറ്റി നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് കരുതി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി സഞ്ചാരി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരെ നമസ്തേ.